നമസ്കാരം. പ്രധാന വാർത്തകൾ. കോൾ ഡേറ്റ സേവനങ്ങളിൽ പ്രശ്നം. എയർടെൽ സേവനം കേരളത്തിലടക്കം തടസ്സപ്പെട്ടു. രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടെലികോം ഓപ്പറേറ്റർമാരായ ഭാരതി എയർടെലിന്റെ സേവനങ്ങൾ കേരളത്തിലടക്കം തടസ്സപ്പെട്ടു. എയർടെലിന്റെ കോൾ ഡേറ്റ സേവനങ്ങളിൽ പ്രശ്നം നേരിടുന്നതായാണ് ഡൗൺ ഡിറ്റക്ടറിൽ ഉപഭോക്താക്കൾ രേഖപ്പെടുത്തിയ പരാതികളിൽ പറയുന്നത്. ഇന്ന് രാവിലെ 11:30ഓടെയാണ് എയർടെൽ സേവനങ്ങൾ തടസ്സപ്പെട്ടത്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, തെലങ്കാന, ഡൽഹി, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ എയർടെൽ യൂസർമാരും കോൾ ഡേറ്റ പ്രശ്നങ്ങൾ എക്സിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അരമണിക്കൂർ സമയം കൊണ്ട് 6000-ലേറെ പരാതികൾ ഡൗൺ ഡിറ്റക്ടറിൽ പ്രത്യക്ഷപ്പെട്ടു. രാഹുൽ രാജിവെക്കുക തന്നെ വേണം. കടുത്ത നിലപാടുമായി ഉമാ തോമസ് MLA. യുവതികളുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജ്യാവശ്യം കടുക്കുന്നതിനിടെ ശക്തമായ പ്രതികരണവുമായി ഉമാ തോമസ് MLA. രാഹുൽ ഒരു നിമിഷം മുമ്പ് തന്നെ രാജിവെക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. മറ്റു പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതല്ല പരിഗണിക്കേണ്ടതെന്നും ഉമാ തോമസ് പറഞ്ഞു. കോൺഗ്രസ് എന്നും സ്ത്രീകളെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. ഇന്നലെ തന്നെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇന്നലെ പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചതിന് പിന്നാലെ അത് മാറ്റിവെച്ചത് എന്തിനാണെന്ന് മനസ്സിലായില്ലെന്നും ഉമാ തോമസ് വ്യക്തമാക്കി. 2.5 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതി പിടിയിൽ. 2 മാസം മുമ്പ് 2.5 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതി പിടിയിലായി. വയനാട് മാനന്തവാടിയിലാണ് സംഭവം നടന്നത്. ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. മെഡിക്കൽ കോളേജ് അധികൃതരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. മാനന്തവാടി പോലീസ് എത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളെ ഇന്ന് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കി. അമിത വേഗത ചോദ്യം ചെയ്തു. ദമ്പതികളെ മർദ്ദിച്ചതായി പരാതി. ബസ് ജീവനക്കാർക്കെതിരെ കേസ്. കോഴിക്കോട് സ്വകാര്യ ബസിന്റെ അമിത വേഗത ചോദ്യം ചെയ്ത ദമ്പതികളെ ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി. സ്കൂട്ടർ യാത്രക്കാരുടെ പരാതിയിൽ കണ്ടക്ടർക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തു. ബസ് ജീവനക്കാർക്ക് മോട്ടോർ വാഹന വകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ബസ് നിരന്തരം ഹോൺ മുഴക്കിയും അപകടകരമായ രീതിയിലും ഓടിച്ചുവെന്നാരോപിച്ച് സ്കൂട്ടർ യാത്രക്കാർ വാഹനം തടഞ്ഞു നിർത്തി ഡ്രൈവറെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതിനെ തുടർന്ന് ബസ്സിന് പുറത്തു വന്ന കണ്ടക്ടർ അസഭ്യം പറയുകയും ടിക്കറ്റ് മെഷീൻ ഉപയോഗിച്ച് അടിക്കുകയും ചെയ്തുവെന്ന് കാണിച്ചാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ കാര്യം തിരക്കാനെത്തിയ കണ്ടക്ടറെ സ്കൂട്ടറിലെത്തിയവർ അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ബസ് ജീവനക്കാരുടെ വാദം. പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. രാജിയുടെ സൂചന നൽകാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ. അടിസ്ഥാനപരമായി ഒരു പാർട്ടി പ്രവർത്തകനാണെന്നും കോൺഗ്രസ് പ്രവർത്തകർക്ക് താൻ കാരണം തലകുനിക്കേണ്ടി വരില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയ അവന്തിക എന്ന ട്രാൻസ് വുമണിനെ ഒരു മാധ്യമപ്രവർത്തകൻ നടത്തിയ സംഭാഷണവും രാഹുൽ പുറത്തുവിട്ടു. രാഹുലിനെതിരെ ആരോപണമുണ്ടോ എന്നാണ് മാധ്യമപ്രവർത്തകൻ അവന്തികയോട് ചോദിച്ചത്. അതിൽ അവന്തിക രാഹുലിനെതിരെ ഒരു ആരോപണവും ഇല്ലെന്നാണ് പറയുന്നത്. ഓഗസ്റ്റ് 1-നാണ് ഈ ഫോൺ കോൾ ഉണ്ടായത്. ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാമെന്ന് പറഞ്ഞാണ് രാഹുൽ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയാവശ്യത്തിൽ കടുത്ത നിലപാടുമായി കോൺഗ്രസ് നേതാക്കൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു. എന്നാൽ രാഹുൽ രാജിപ്രഖ്യാപനം നടത്തിയില്ല.